എടായി പ്രാതയായി എന്തൊരു മാമ ചുമ്മാ നിങ്ങൾ എവിടെ പോയിരുന്നു മാമ? ഒരു കാര്യത്തിനും കാണല്ലേ കേട്ടോ നാട്ടിലെ. എടാ ചെറുക്കാൻ ഞാൻ ഒരിടത്ത് വൈകിട്ടാണ് വന്നത്. എവിടെ? നമ്മളെ കുട്ടൻ പണിക്കാർ മരിക്കുമല്ലേ, അപ്പുറം വരെ ഞാൻ പോയി. എന്നിട്ടാ രാവിലെ മോൻ ഇത്രയും നേരം നിന്നിട്ട് ബാഡി കൊണ്ടുവന്നില്ലടാ. അവിടെ ആരെങ്കിലും അടുത്ത് ചോദിക്കാന്ന് വെച്ചാ ഒരൊറ്റ മനുഷ്യ ആ പരിസരത്തില്ല. പിന്നെ ഒരു പട്ടി അവിടെ നിന്ന് ചള്ളു കള്ളനെ കുരയ്ക്കുന്നേ. ഗാറ്റിലൊരു ബോർഡ് എഴുതി വെച്ചിരുന്നു, പട്ടിയുണ്ട് സൂക്ഷിക്കുക. പട്ടി എന്നെ നോക്കും, ബോർഡിൽ നോക്കും, കുരയ്ക്കും. വീണ്ടും എന്നെ നോക്കും, ആ ബോർഡിൽ നോക്കും, ചള്ളനെ കുരച്ചോണ്ട് നിൽക്കും. എന്റെ മാമ അതിന് വിവരമുണ്ട്, അതുകൊണ്ടല്ലേ ഈ ബോഡി നോക്കി നിങ്ങളെ മുഖത്ത് നോക്കി കുരച്ചത്. എന്തായാലും നോട്ടിയാലും ഞാൻ കൂടുതൽ നിന്നില്ല, ഞാൻ കളഞ്ഞിട്ടിങ്ങി പോന്ന്. ബോഡി വരെയും ചെയ്ത് അടക്കുകയും ചെയ്ത് വന്നിട്ട് ആൾക്കാരെല്ലാരും പോവുകയും ചെയ്യും. കഴിച്ചു പോടാ, അവിടെ വാടിയൊന്നും കൊണ്ടുവന്നില്ല. മാമ കോവളത്ത് റിസോർട്ടിൽ കൊണ്ടുവന്ന മാമ ബോഡി. കോവളത്ത് റിസോർട്ടിൽ അതം തന്നെ. എന്റെ മാമ ഇങ്ങനെ മോൻ എവിടെ ജോലി? അങ്ങനെ മോനെ ഇവിടെ അമേരിക്കയിൽ ജോലി തന്നല്ല, അവൻ വലിയ പണക്കാരനാണ്, സായിപ്പുമാരാണ് അവന്റെ കമ്പനി. അതുകൊണ്ട് ഈ വീട്ടിൽ കൊണ്ടുവന്ന ഈ സായിപ്പുമാരൊക്കെ മരണം അന്വേഷിച്ച് വന്ന് അപ്പൊ നാണക്കേടല്ലേ ഈ വീട് കാണിക്കണത്. ഓ അത് ശരി. ഈ കോവളത്ത് റിസോർട്ടിൽ ഈ സായിപ്പുമാർ വന്നപ്പോ ഇവരൊക്കെ വിചാരിച്ച് ഇവന്റെ വീടാണെന്ന് വിചാരിച്ചു, കൊട്ടാരം പോലെ ഇരിക്കണത്. ഓ അതിനു വേണ്ടിയാണ് റിസോർട്ടിൽ കൊണ്ട് നടത്തിയത്. പിന്നല്ലാതെ. എടാ ഞാൻ അവിടെ ചെന്നപ്പം ഒരു ഹാരോയിട്ടുണ്ട്, ഒരു ഫോട്ടോ കഴിച്ചേക്കുന്നത്. അതെ അതിങ്ങനെ ഫോട്ടോ കഴിച്ചു പോടാ. എന്ത്? എനിക്ക് എത്ര കാലം കൊണ്ട് കുട്ടൻ പണിക്കരെ അറിയാം. അങ്ങേരെ ഫോട്ടോ ഒന്നും അല്ല, വേറെ ആരെ ഫോട്ടോ. എന്റെ മാമ കുട്ടൻ പണിക്കരെ ഫോട്ടോ വെച്ച് കുട്ടൻ പണിക്കരിക്ക് പകരം വേറൊരാളുടെ ഫോട്ടോ ഞാൻ അല്ല കൂട്ടി വെച്ചത്. എടാ മരിച്ചത് കുട്ടൻ പിള്ള, അവിടെ എന്തൊരു നൊട്ടിക്ക് വേറൊരാളിന്റെ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നേ. ഈ കുട്ടൻ പണിക്കരെ മുഖം ഇങ്ങനെയല്ലേ ഇരിക്കണത്. ഈ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കൂട്ടുകാരന്മാർ സായിപ്പുമാർ വരുമ്പോൾ നാണക്കേടില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ സായിപ്പിന്റെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് ഹാരോട്ട് അവിടെ വെച്ചത്. അറിയാമോ? ഇത്രയും കാലം പഠിപ്പിച്ച് അവനെ ഇത്രയും വളർത്തി അവനെ അമേരിക്കയിൽ വിട്ടപ്പം ഈ നാണക്കേടൊന്നും ആ ചെറുക്കനില്ലായിരുന്നു. അതാ എന്റെ മാമ ഇതൊക്കെ തന്തമാരും തള്ളമാരും കടമേണ്ട, അതിലൊന്നുമില്ല, നോക്കാനൊന്നും വേണ്ട. അപ്പൊ സഞ്ചാനിയെ ഇവിടെ വെച്ച് തന്നെ ആയിരിക്കും അല്ലേ? എന്തിന് സഞ്ചാനിയും കുടുംബ വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കും. എൻ്റെ മാമ ഈ റിസോർട്ടിൽ അത്രയ്ക്ക് ജനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞ് ഇനി സഞ്ചാരി അവിടത്ത് വെച്ച് വേണ്ട, ഏതെങ്കിലും സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താൻ പറഞ്ഞു. സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ നടത്താൻ അത്രയ്ക്ക് ആള് വരും. പിന്നെ ഇവർക്ക് കൊടുക്കണ ആഹാരം തരുന്ന അറിയാമോ? ഇഡലിയും സാമ്പാറും അല്ല പിന്നെന്തരേ വയ്യ മാമ. പിന്നെ ബൊക്കെ. അയ്യോ അത് മാമ ഇതുവരെ കഴിച്ചിട്ടില്ല. അതെന്തരടാ മാമ? ഈ ആഹാരങ്ങൾക്ക് ഒരുപാട് നേരത്തെ ഇറച്ചിയും മീനും എല്ലാം കാണും. നമുക്ക് ആവശ്യമുള്ളത് ഇഷ്ടംപോലെ വാരി വാരി തിന്നാം. അതിന്റെ പേരാണ് ബൊക്കെ. എടാ അത് ബൊക്കെ അല്ലടാ, പിന്നെ അതിന്റെ പേരാണ് ബൊഫേ. ബൊഫേ അതിന്റെ പേര് അങ്ങനെ പറയുമോ? അങ്ങനെയാണ് അതിനെ പറയുന്നത്. ഞാൻ ഇനി ഇവിടെ കൂടുതൽ നേരം നിന്നാ ശരിയാവൂല. എന്താടാ തൂറാൻ മുട്ടുന്ന മാമ സഞ്ചാരി കാർഡ് അടിക്കണം, ഈ പന്തലിടാനുള്ള ആൾക്കാരെ അറേഞ്ച് ചെയ്യണം, ഈ കാറ്ററിംഗുകാരെ അറേഞ്ച് ചെയ്യണം. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഈ സഞ്ചാരി കാർഡൊക്കെ ഈ നാട്ടുകാരെല്ലാം എത്തിക്കണ്ടേ, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഓടി എനിക്ക് തീരുമോ മാമ? എടാ അങ്ങനെ മോയില്ലടാ പ്രശാന്തായി, അവൻ ചെയ്യൂലേ ഇതൊക്കെ. എന്റെ മാമ പ്രശാന്ത് എവിടെ? അവൻ അമേരിക്കയിലല്ലേ. അപ്പൊ ഈ ചടങ്ങൊക്കെ നടത്തി ആരടാ? അത് പ്രശാന്ത്. നീ എന്തൊരു നൊട്ടി പറയുന്നത്? അതെങ്ങനെ അമേരിക്കയിരിക്കുന്ന പ്രശാന്തായി ഇവിടെ ചടങ്ങ് നടത്തുന്നത്? മാമ വീഡിയോ കോളില് ഈ ഇങ്ങനെ ഫോട്ടോ വീഡിയോ ബോഡി കാണിച്ച് കുട്ടൻ പണിക്കരെ അത് അവിടെ ഇരുന്നുകൊണ്ട് അമേരിക്ക ആ വീഡിയോ കോൾ വഴി മന്ത്രമൊക്കെ ചെയ്താണ് ചടങ്ങ് നടത്തി. അറിയാമോ? അപ്പൊ ഈ പൂജാരി അവിടെ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയാ? അവിടെ ഉണ്ട്, സായിപ്പുണ്ട് പൂജാരി. സായിപ്പിന് മലയാള മന്ത്രമൊക്കെ അറിയാം മാമ, എല്ലാം അറിയാം മാമ സായിപ്പിന്. അത് ശരി. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ചോട്ടി കിടന്നു. അതുകൊണ്ട് ഞാൻ പോണം, നിങ്ങളുടെ കഥയെ പറഞ്ഞത് ശരിയാവിടെ ഞാൻ പോണം. അത് മാത്രമല്ല, പിന്നെന്തേ ഇന്നൊരു 150 പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് പൈസ കൊടുക്കണം. നീയല്ലടാ പറഞ്ഞ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾ കൂടിയെന്ന്. 150 പേരെ വന്നോളാം. മാമ ആളൊക്കെ ഒരുപാട് കൂടി കരയാൻ വേണ്ടി 150 പേരെ വിളിച്ച് അവർക്ക് പൈസ കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തിനു വേണ്ടി? എന്റെ മാമ ഇവർക്ക് കരയാൻ ആളൊന്നുമില്ല. ആളില്ലടാ കരയാൻ. അതുകൊണ്ട് 150 പേരെ ഞാൻ അല്ലേ അറേഞ്ച് ചെയ്തത് കരയാൻ വേണ്ടി. വെളിയിൽ നിന്ന് ആളെടുത്താ? ഇനി അവർക്ക് പൈസ കൊടുക്കണം. അപ്പൊ ശരിയാവാൻ നമുക്ക് കാണാം. ശരി വന്ന ആളുകൾ മരിച്ചാ കരയാൻ വേണ്ടി വെളിയിൽ നിന്ന് ആളെടുക്കേണ്ട അവസ്ഥ.